കാഴ്ച പൂർണ്ണമായി പോയപ്പോൾ ഇന്ന് ഞാൻ ബ്യൂറോ ചീഫായിരുന്നു, നാളെ ഞാൻ സർക്കാർ സർവീസിലേക്ക് പോവുകയാണ്. ഞാനൊരു ഓഫീസ് അറ്റൻഡൻ്റായിട്ടാണ് എൻ്റെ ജീവിതം ആദ്യം തുടങ്ങുന്നത്. പിന്നീട് ഒരു ക്ലർക്കാകാൻ കഴിയുന്നു, പിന്നീട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആകാൻ കഴിയുന്നു, ഇപ്പോൾ ഒരു PRO ആകാൻ കഴിയുന്നു. ഇതിനോടകം നിരവധി പരീക്ഷകൾ എൻ്റെ പേര് വന്നു, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അടക്കം. ഏതാണ്ട് 8ഓളം ലിസ്റ്റുകളിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റി. എന്നെപ്പോലെ ഇത്ര നന്നായി സംസാരിക്കുന്ന ഒരാളോട് ഇങ്ങനെയൊക്കെ പറയാമോ? പക്ഷെ അത് യാഥാർത്ഥ്യമായിരുന്നു. വളരെ പ്രധാനപ്പെട്ടത് ഏറ്റവും ചുരുക്കി മാത്രം ഉത്തരങ്ങൾ പറയുക, ആവശ്യമായത് മാത്രം പറയുക, ആവശ്യമില്ലാത്തത് പറയാതിരിക്കുക. ഡിജിറ്റൽ ഫയലുകളും ഫയലുകളും ഒക്കെ സിസ്റ്റം വഴി കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഈ സ്ക്രീൻ റീഡറുകളുടെ സഹായത്തോടുകൂടി ഏതാണ്ടൊരു 60% ജോലികളും നമുക്കവിടെ നിർവഹിക്കാനാകും. കാഴ്ച പരിമിതികളെ മറികടന്ന് നിരവധി സർക്കാർ സർവീസിലെത്തിയ നമ്മുടെ പ്രദീപേട്ടനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. പ്രദീപേട്ടൻ്റെ വീഡിയോ മുമ്പ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ പബ്ലിഷ് ചെയ്യാൻ കാരണം പ്രദീപേട്ടൻ ആഗ്രഹിച്ച ഒരു ജോലിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും എങ്ങനെയാണ് ഈ കാഴ്ച പരിമിതിയെ മറികടന്ന് ഈ സർവീസിലേക്കും തൻ്റെ സ്വപ്നങ്ങളിലേക്കും എത്തിയതെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. പ്രദീപേട്ട, സ്വാഗതം. താങ്ക് യു സബീഖ്. പ്രദീപേട്ട, ആദ്യം തന്നെ ഞാൻ പ്രദീപേട്ടൻ ഇപ്പോൾ ആഗ്രഹിച്ചൊരു ജോലിയിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ജോലിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ പ്രദീപേട്ട ഏതിലേക്കാണ് കയറാൻ പോകുന്നത്? സബീഖ് സർ, ഞാൻ അങ്ങനെ തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലിയാണ് ലഭിച്ചിട്ടുള്ളത്. ഞാൻ കേരളത്തിൽ ആദ്യമായിട്ട് കാഴ്ചാപരിമിതരുടെ വിഭാഗത്തിൽ നിന്ന് ഒരു സർവകലാശാലയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറാകുന്ന ആദ്യ വ്യക്തിയായിരിക്കുകയാണ്. എനിക്ക് കണ്ണൂർ സർവകലാശാലയിലാണ് ഇപ്പോൾ പബ്ലിക് റിലേഷൻസ് ഓഫീസറായിട്ട് നിയമന ശുപാർശ ലഭിച്ചിരിക്കുന്നത്. ഈ ആഴ്ചയിൽ തന്നെ ആ ജോലിയിൽ പ്രവേശിക്കാനാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൺഗ്രാജുലേഷൻ ചേട്ടാ. താങ്ക് യു. എനിക്ക് ഈ പോസ്റ്റിലേക്ക് ഞാൻ കുറേ കാര്യങ്ങൾ ചോദിക്കാൻ വരുന്നുണ്ട്. അതിന് മുമ്പ് ഈ പ്രദീപേട്ടൻ ഈ കാഴ്ചയുടെ പ്രശ്നം, പ്രദീപേട്ടൻ എനിക്ക് തോന്നുന്നു മുമ്പ് ജനിച്ച സമയത്തൊന്നും ഈ കാഴ്ചയുടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇല്ല. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ജീവിതത്തിലേക്ക് ഈ ഒരു കാഴ്ച പരിമിതി കടന്നു വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു ജേണി, എങ്ങനെയാണ് ജീവിതം എങ്ങനെയാണെന്ന് പറയാമോ? സത്യത്തിൽ ഞാൻ ജനിച്ചതൊരു ചെറിയ ഗ്രാമത്തിലാണ്, തിരുവനന്തപുരത്ത് കുറ്റിച്ചൽ. തുടർന്ന് എൻ്റെ വിദ്യാഭ്യാസം ചങ്ങനാശ്ശേരി SP കോളേജിലും കാര്യവട്ടം ക്യാമ്പസിലുമൊക്കെ ആയിരുന്നു. അക്കാലത്ത് എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ കാര്യവട്ടത്ത് MCJക്ക് പഠിക്കുന്ന സമയത്താണ് എനിക്ക് നേരിയ കാഴ്ചാപരിമിതി ഉണ്ട് എന്ന് കണ്ടെത്തുന്നത്. പക്ഷെ അതത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. തുടർന്ന് പഠനം മുന്നോട്ട് പോവുകയും ഞാൻ കേരളത്തിലെ പല പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യാൻ അവസരം ലഭിക്കുകയും ചെയ്തു. ഒരു പ്രമുഖ ചാനലിൽ ഒരു പ്രധാനപ്പെട്ട തസ്തികയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ പൂർണ്ണമായി എന്തോ ഒരു പ്രതിസന്ധി കാഴ്ചയുടെ കാര്യത്തിൽ നേരിടുന്നു എന്ന് തിരിച്ചറിയുന്നത്. ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ, ഒരു പരിശോധനയ്ക്ക് വിധേയനാകുമ്പോൾ അദ്ദേഹം ഞെട്ടിപ്പിക്കുന്നൊരു കാര്യമാണ് എന്നോട് പറഞ്ഞത്. നിങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണമായും കാഴ്ച ഇല്ലാതാകുന്ന ഒരാളാകുമെന്ന്. അന്ന് സത്യത്തിൽ അത് എനിക്ക് ഒരു തമാശയായിട്ടാണ് തോന്നിയത്. കാരണം അന്ന് എനിക്ക് കാഴ്ചയുണ്ട്. സമാന പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആരും തന്നെ ഞങ്ങളുടെ മേഖലയിലും ഉണ്ടായിരുന്നില്ല. പക്ഷേ സബീഖ് സർ, തുടർന്ന് ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഏതാണ്ട് എൻ്റെ 35-36 വയസ്സെത്തുമ്പോഴേക്കും എൻ്റെ കാഴ്ച ഭാഗികമായി നഷ്ടമായി. തുടർന്ന് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ബാക്കിയുള്ള ഒരു 5 വർഷം കൂടി ഞാൻ ആ മാധ്യമ മേഖലയിൽ തന്നെ തുടർന്നും നിലയുറപ്പിച്ചത്. അതിനുശേഷമാണ് സുരക്ഷിതമായ ഒരു ഇടത്തേക്ക് എത്താൻ എന്തു ചെയ്യണമെന്ന് അന്വേഷിക്കുന്നത്. അപ്പോഴാണ് PSCയുടെ വലിയ സാധ്യതകൾ എൻ്റെ മുന്നിലെത്തുന്നത്. തുടർന്നാണ് ഈ എൻട്രിയിലേക്കും ഒപ്പം ഇങ്ങനെ ഒരു സ്ഥാനത്തേക്കും ഞാൻ എത്തുന്നത്. സബീഖ് സർ, അവിടെ തന്നെ ഒരു ചോദ്യം. പ്രദീപേട്ടൻ PSCയെ കുറിച്ച് അറിയുന്നു, സുരക്ഷിതമായ ജോലി നേടണമെങ്കിൽ സർക്കാർ ജോലി നേടണമെന്ന കാര്യത്തിലേക്ക് എത്തിപ്പെടുന്നു. തീർച്ചയായും അവിടെ ഈ കാഴ്ച പരിമിതിയിൽ എങ്ങനെ പഠിക്കും എന്നുള്ള ഒരു വെല്ലുവിളി തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അതെ. അപ്പോൾ ആ ഒരു വെല്ലുവിളി, എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള ചോദ്യം, എൻട്രിയിലേക്ക് എത്തിപ്പെടുന്നു. എങ്ങനെയാണ് ഈ ഒരു ജേർണി, എങ്ങനെയാണ് എൻട്രിയിലേക്ക് എത്തിപ്പെട്ടത്, എങ്ങനെയാണ്? സബീഖ്, വ്യക്തിപരമായി എനിക്ക് ഒരുപാട് മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ തിരിച്ചു കൊണ്ടുവരാൻ അവരാണ് PSCയെക്കുറിച്ച് എനിക്ക് ആദ്യം അഡ്വൈസ് ചെയ്യുന്നതും ആ ശ്രമങ്ങൾ ഞാൻ ആരംഭിക്കുന്നു. അപ്പോൾ എൻ്റെ മുന്നിൽ വന്ന ഏറ്റവും വലിയ ചോദ്യം, ഒരു വരി പോലും വായിക്കാൻ കഴിയാത്ത, ഒരക്ഷരം പോലും എഴുതാൻ കഴിയാത്ത ഒരു മനുഷ്യന് എങ്ങനെ പഠിക്കാനാകൂ എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്താണ് സ്ക്രീൻ റീഡറുകൾ അതുപോലുള്ള ആധുനികമായിട്ടുള്ള പഠന വഴികളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്, ഈ പഠന വഴികൾ എൻ്റെ മുന്നിലെത്തിയപ്പോൾ ഇനി ഞാൻ എവിടെ നിന്ന് ഇത് പഠിക്കുമെന്നുള്ളതായി ചോദ്യം. സത്യസന്ധമായി പറയട്ടെ, പലരെയും ഞാൻ അന്ന് ഇതിനു വേണ്ടി സമീപിച്ചു. പക്ഷെ അക്കൂട്ടത്തിൽ വളരെ സ്നേഹത്തോടുകൂടി പ്രദീപ്,
നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് ആ തരത്തിൽ നിങ്ങളുടെ പഠന രീതികളെ ഞങ്ങൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സഹായിക്കാൻ അന്ന് തയ്യാറായത് എൻട്രിയാണ്. എൻട്രി പ്രധാനമായിട്ടും എന്നെ സഹായിച്ചത് അവരുടെ വീഡിയോ ക്ലാസ്സസിലൂടെയാണ്. അതായത് ആ വീഡിയോയിലെ വീഡിയോ കണ്ടൻറ്റ് എനിക്ക് അറിയില്ലെങ്കിലും എനിക്ക് കാണാൻ കഴിയില്ലെങ്കിലും ആ ശബ്ദമാണ് സത്യത്തിൽ ആ ക്ലാസ്സുകൾ. സബീഖ് സാറിൻ്റെയും പ്രദീപ് മുഖത്തലയുടെയും അങ്ങനെ എത്രയോ മികച്ച അധ്യാപകരുടെ ശബ്ദങ്ങളിലൂടെയാണ് ഞാനെല്ലാം പഠിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു പഠന രീതി രൂപീകരിക്കും. ആ പഠന രീതി രൂപീകരിക്കുന്നതിന് എൻട്രി എൻ്റെ ഒപ്പം നിൽക്കുകയാണ് ചെയ്തത്. അതായത് ഒന്നുകൂടി ഞാനത് പറയുന്നു, ഒരു വരി പോലും വായിക്കാനാകാത്ത, ഒരു വരി പോലും എഴുതാനാകാത്ത ഒരാളെയും പഠിപ്പിക്കാൻ എൻട്രിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇതൊരു നേട്ടമാണെങ്കിൽ അതിൻ്റെ കാരണം. തീർച്ചയായിട്ടും പ്രതിഭേട്ടൻ ഇത് പറയുന്ന സമയത്ത് നമുക്കും ഉള്ളിലൊരു വല്ലാത്ത സന്തോഷമാണ്. കാരണം പ്രദീപേട്ടനെ പോലെ ധാരാളം ആളുകൾക്ക് നമ്മളങ്ങനെ ക്ലാസ് കൊടുക്കുന്നത്, അത് മിക്ക വിദ്യാർത്ഥികൾക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ എൻട്രി ഗിവ് എന്നും പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ പ്രത്യേകിച്ച് ഈ പരിമിതരായിട്ടുള്ള ആൾക്കാർക്ക്, കാഴ്ച പരിമിതരോ അല്ലാതെ പരിമിതിയുള്ള ആളുകൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് എൻട്രി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് പലർക്കും എനിക്ക് തോന്നുന്നു കോമണായിട്ട് അറിയില്ല. നമ്മൾ വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ വീണ്ടും ഒരു ചോദ്യം ഉള്ളത്, പ്രതിഭേട്ടൻ എങ്ങനെയാണ് നമ്മുടെ ഈ ആപ്പ് എടുത്തിട്ട് യൂസ് ചെയ്യുക എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും കുട്ടികൾക്കും ഉണ്ടാവുമല്ലോ. എങ്ങനെയായിരിക്കും എന്നുള്ളത്, അതെങ്ങനെയാണ് പ്രതിഭേട്ടൻ ഇത് യൂസ് ചെയ്യുന്നത്, ആപ്പ് യൂസ് ചെയ്യുന്നത്? ഓക്കെ സബീഖ്, ഇതിനകത്ത് ഒരല്പം സാങ്കേതികത്വമുണ്ട്. അത് വളരെ ലളിതമായി പറയാം. സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്? അദ്ദേഹം ആ ഹോം സ്ക്രീനിൽ എന്താണോ കാണുന്നത്, ആ കാണുന്നതിൽ എന്താണോ അദ്ദേഹത്തിന് ആവശ്യം, അവിടെ ഒരു തവണ വിരലമർത്തുമ്പോൾ അത് ആക്റ്റീവായി വരും. അങ്ങനെയാണ് സാധാരണ നമ്മളത് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്കിത് കാണാനാകില്ല. അപ്പം ഞങ്ങൾ ഒരു മുൻപ് തന്നെ ഇതിൻ്റെ ഒരു ലേഔട്ടിനെ സംബന്ധിച്ചൊരു ബോധ്യം മനസ്സിലുണ്ടാക്കി വെക്കും. എന്നിട്ട് ഞങ്ങൾ മെല്ലെ ഈ സ്ക്രീനിലൂടെ വിരലോടിക്കുമ്പോൾ എവിടെയാണോ വിരൽ തൊടുന്നത് അവിടെ ഏത് ഐക്കണാണോ ഉള്ളത് അത് ഞങ്ങൾക്ക് ശബ്ദരൂപത്തിൽ ഈ ഫോൺ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അതാവശ്യമുണ്ടെങ്കിൽ ഞാനവിടെ 2 തവണ ടാപ്പ് ചെയ്യും. അപ്പോൾ അത് ആക്റ്റീവാകും. നിങ്ങൾ ഒരു തവണ ടച്ച് ചെയ്യുന്നു, അത് ആക്റ്റീവ് ആവുന്നു. ഞങ്ങൾ ഒരു തവണ ടച്ച് ചെയ്യുന്നു, അത് ഞങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞു തരുന്നു. അതാണ് ആവശ്യമെങ്കിൽ ഞാൻ അവിടെ 2 തവണ ടാപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് എൻട്രിയിലേക്ക് ഞാൻ ആദ്യം വരുന്നത്. ആ സ്ക്രീൻ റീഡർ ഉപയോഗിച്ചാണ് എൻട്രിയിലേക്ക് ഞാൻ ആദ്യം എൻട്രി ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, പല ഐക്കൺസും എൻട്രിയുടെ ആ ഇൻ്റർഫേസിലുള്ള പല ഐക്കൺസും അന്ന് ഞങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് തരില്ലായിരുന്നു. അതായത് പ്ലേ എന്ന് പറയുന്നിടത്ത് ഞങ്ങൾ കൈ തൊടുമ്പോൾ സാധാരണ പ്ലേ എന്ന് പറയും, ഞങ്ങൾ അവിടെ 2 തവണ ടച്ച് ചെയ്യാമായിരുന്നു. പലതും മിക്കവാറും ആപ്ലിക്കേഷൻസ് ഒന്നും പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് ആക്സസിബിൾ അല്ല. ഇത് ഞാൻ എൻട്രിയിലെ പല സുഹൃത്തുക്കളോടും സ്നേഹത്തോടുകൂടി ഒന്ന് പറഞ്ഞു, പ്രത്യേകിച്ച് വിനിമയാമിനോട്. സത്യം പറയട്ടെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഐഡൻറ്റിഫൈഡ് അല്ലാതിരുന്ന പല ഐക്കൺസും കേരളത്തിലെ കാഴ്ചയില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ഐഡൻറ്റിഫൈ ചെയ്തു തന്നു. എൻ്റെ ആ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് എൻട്രി കേരളത്തിൽ ഏതൊരു കാഴ്ചാ പരിമിതനും ഉപയോഗിക്കാൻ പറ്റുന്ന പൂർണ്ണമായും അക്സസിബിൾ ആയിട്ടുള്ള ആദ്യത്തെ ആപ്ലിക്കേഷനായി മാറി എന്നുള്ളതാണ് എൻ്റെ യാത്രയിൽ എന്നെ സഹായിച്ച മറ്റൊരു കാര്യം. ഓക്കെ, ഇനി പ്രതിഭേട്ടൻ ഇത് പഠിച്ച് നമ്മൾ ക്ലാസ്സുകളൊക്കെ കേട്ടു. ആദ്യമായിട്ട് ഏത് ജോലിയിലേക്കാണ് എത്തിപ്പെടുന്നത്? സബീഖ്, ഞാനൊരു മാധ്യമ സ്ഥാപനത്തിലെ ബ്യൂറോ ചീഫ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റും ഒക്കെ ആയിരുന്നു. കാഴ്ച പൂർണ്ണമായി പോയപ്പോൾ ഇന്ന് ഞാൻ ബ്യൂറോ ചീഫായിരുന്നു, നാളെ ഞാൻ സർക്കാർ സർവീസിലേക്ക് പോവുകയാണ്. ഞാനൊരു ഓഫീസ് അറ്റൻഡൻ്റായിട്ടാണ് എൻ്റെ ജീവിതം ആദ്യം തുടങ്ങുന്നത്. ഇന്ന് ഞാനൊരു ബ്യൂറോ ചീഫാണെങ്കിൽ നാളെ ഞാനൊരു ഓഫീസ് അറ്റൻഡൻ്റായിട്ടാണ് എൻ്റെ സർക്കാർ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് ഒരു ക്ലർക്കാകാൻ കഴിയുന്നു, പിന്നീട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആകാൻ കഴിയുന്നു, ഇപ്പോൾ ഒരു PRO ആകാൻ കഴിയുന്നു. ഇതിനോടകം നിരവധി പരീക്ഷകൾ എൻ്റെ പേര് വന്നു, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അടക്കം ഏതാണ്ട് 8ഓളം ലിസ്റ്റുകളിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റി. പ്രതിഭേട്ടൻ ഇപ്പോൾ ചോദിക്കുമ്പോഴും മറ്റൊരു സംശയം കുട്ടികൾക്കും തോന്നാം, പ്രതിഭേട്ടൻ എക്സാമുകൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് പ്രതിഭേട്ടൻ എക്സാമുകളിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്? സബീഖ്, ഞങ്ങൾക്ക് കാഴ്ചാപരിമിതി ഉള്ളവർക്ക് PSC അപേക്ഷിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സ്ക്രൈബിന് ആവശ്യമുണ്ട് എന്നുള്ളൊരു കത്ത് കൂടി നൽകാൻ കഴിയും. ഞങ്ങൾ പരീക്ഷാ ഹാളിലെത്തുമ്പോൾ അവിടെ ഞങ്ങളെ കാത്ത് ഒരു എഴുത്തു സഹായി ഉണ്ടാകും. അതാരെന്ന് മുൻകൂട്ടി അറിയാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കാനും കഴിയില്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ അവിടെ നമുക്ക് വേണ്ടി ഒരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. സാധാരണഗതിയിൽ നമ്മൾ എഴുതുന്ന പരീക്ഷയ്ക്ക് തൊട്ട് താഴെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളായിരിക്കും. ചില സന്ദർഭങ്ങളിലെങ്കിലും
സ്ക്രൈബ് ഈ വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണെന്നുള്ള നിലയ്ക്കുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടി പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാ സ്ക്രൈബും വളരെ സൗഹാർദ്ദപരമായി മാത്രം ഞങ്ങളോട് പെരുമാറുന്നവരായിരുന്നു. അവർ ചോദ്യങ്ങൾ ഞങ്ങൾക്ക് വായിച്ചു നൽകും, ഞങ്ങൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരം അവരോട് പറയും, അതവർ മാർക്ക് ചെയ്യും. ഈ ഒരു പരീക്ഷാ രീതിയാണ് ഞാൻ അവലംബിച്ചത്. സബീഖ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇത് സാധാരണ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയുടെ കാര്യത്തിലാണ്, ഡിസ്ക്രിപ്റ്റീവിനും ഇങ്ങനെ തന്നെയാണ്. ഞാൻ പബ്ലിക് റിലേഷൻസ് ഓഫീസർ പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് ഒരു എഴുത്തു സഹായി ഉണ്ടായിരുന്നു. ഈ മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹം. ശരിക്കും ആരാണെന്ന് പോലും ആ പരീക്ഷാ ഹാളിൽ എത്തുമ്പോഴും എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെയാണ് ഞങ്ങൾ പരീക്ഷകൾ എഴുതുന്നത്. സബീഖ് മനസ്സിലായി. പ്രതിഭട്ടൻ ആദ്യം പറഞ്ഞ പല പോസ്റ്റുകളിലും എൻട്രിയിൽ ഓൾറെഡി കോഴ്സുകൾ ഉണ്ടായിരുന്നു. ആ കോഴ്സിലൂടെയാണ് പ്രതിഭട്ടൻ പഠിച്ചു പോയത്. ദെൻ PRO എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമ്മൾ കോഴ്സ് നടത്തിയിട്ടില്ല. പക്ഷേ നമ്മളവിടെ പ്രതിഭട്ടൻ ഒരുക്കി തന്നത് നമ്മുടെ ഇൻ്റർവ്യൂ ബാച്ചാണ്. പ്രത്യേകിച്ച് നമ്മുടെ PSC മുൻ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന നമ്മുടെ അനിൽകുമാർ സാറിൻ്റെ ഇൻ്റർവ്യൂ ബാച്ച് അടക്കം പ്രതിഭട്ടന് ഉപകാരപ്രദമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ PRO പരീക്ഷയിൽ മൊത്തത്തിൽ എൻട്രി എങ്ങനെയാണ് പ്രതിഭട്ടന് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നത്? ഈ PROയ്ക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷ അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ മെൻ്ററായിട്ടുള്ള, ഇപ്പോൾ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഒരാളായിട്ടുള്ള വിനി മിസ്സിനോട് പറഞ്ഞു, മിസ് 30 വർഷം മുമ്പ് ആണ് ഞാൻ ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത്. ഇപ്പോൾ ആ വിഷയം അധികരിച്ചൊരു പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്നെ എങ്ങനെ സഹായിക്കാൻ കഴിയും? മാഡം അന്ന് അവൈലബിളായിട്ടുള്ള, ഇൻ്റർനെറ്റിൽ അവൈലബിളായിട്ടുള്ള ഈ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ച് എനിക്ക് നൽകി. അതെൻ്റെ ഭാര്യ വായിച്ചു നൽകുകയും പിന്നെ മറ്റു പല സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ആ പഠനം മുന്നോട്ട് കൊണ്ടുപോയത്. അതാണ് സത്യത്തിൽ ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഈ PRO എക്സാംസ് മറ്റെവിടെയെങ്കിലും കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും പ്രിയപ്പെട്ട വിനി മാം എനിക്ക് എത്തിച്ചു തന്നിരുന്നു. ഇതിൽ പലതും വിനി മാം എനിക്ക് വേണ്ടി സമയമെടുത്ത് വായിച്ചു തരുമായിരുന്നു. അത് അയച്ചു തരിക മാത്രമല്ല, വിനി മാം അവരുടെ പേഴ്സണലായിട്ടുള്ള സമയം എനിക്ക് വേണ്ടി വിനിയോഗിക്കും. ആസ് എ മെൻറ്റർ എനിക്കത് ത്രൂ ടെലിഫോൺ വായിച്ചു തരികയും ചെയ്യുമായിരുന്നു. പല കാര്യങ്ങളും വാട്സാപ്പിൽ മാഡം എനിക്ക് ശബ്ദ സന്ദേശങ്ങളായിട്ട് അയച്ചു തരുമായിരുന്നു. അതാണ് ആ പരീക്ഷയുടെ കാര്യത്തിൽ അതെനിക്ക് പ്രയോജനം ചെയ്തു. രണ്ടാമത്തേത്, ഒരു മാധ്യമപ്രവർത്തകനായിരുന്നത് കൊണ്ട് തന്നെ പല അഭിമുഖങ്ങളും ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നിർവഹിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വല്ലാതെ വാചാലമായി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. സബീഖ് സാറിന് തന്നെ ഇപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഒരു PSC ഇൻ്റർവ്യൂവിന് പ്രത്യേകിച്ചൊരു PRO പോലൊരു തസ്തികയിൽ അഭിമുഖത്തിന് ചെല്ലുമ്പോൾ ഇത് പറ്റില്ല. ഇത് വിനി മാമാണ് എന്നോട് ആദ്യം നിർദ്ദേശിക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു വിഷമം തോന്നി. എന്നെപ്പോലെ ഇത്ര നന്നായി സംസാരിക്കുന്ന ഒരാളോട് ഇങ്ങനെയൊക്കെ പറയാമോ? പക്ഷെ അത് യാഥാർത്ഥ്യമായിരുന്നു. അപ്പോൾ വിനി മാം പറഞ്ഞു, നോക്കൂ പ്രദീപ്, ഒരു PSC ഇൻ്റർവ്യൂവിന് ഒരുങ്ങുന്നതിന് വേണ്ടി എൻട്രി നിങ്ങളെ സഹായിക്കും. അന്ന് അനിൽകുമാർ സാറാണ് എനിക്ക് ആവശ്യമായിട്ടുള്ള 2-3 മോക്ക് ഇൻ്റർവ്യൂസ് എൻട്രിയുടെ ഭാഗത്ത് നൽകിയത്. അനിൽകുമാർ സാർ മാത്രമല്ല, മറ്റു ബാച്ചുകൾക്ക് ഇൻ്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്ന പല മിസ്സുമാരും എനിക്ക് മോക്ക് ഇൻ്റർവ്യൂസ് തന്നു. അവരൊരുപാട് കൃത്യമായ നിർദ്ദേശങ്ങൾ എനിക്ക് നൽകി. വളരെ പ്രധാനപ്പെട്ടത്, ഏറ്റവും ചുരുക്കി മാത്രം ഉത്തരങ്ങൾ പറയുക, ആവശ്യമായത് മാത്രം പറയുക, ആവശ്യമില്ലാത്തത് പറയാതിരിക്കുക. പിന്നെ എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു PSC ഇൻ്റർവ്യൂവിനെ അഭിമുഖീകരിക്കേണ്ടത്. ഇക്കാര്യത്തിൽ അനിൽകുമാർ സാറിൻ്റെ ഒരു വലിയ പരിശീലനമാണ് എനിക്ക് കിട്ടിയത്. ആ പരിശീലനം അതുപോലെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരിൽ ഒരാളായിരുന്നു ഞാൻ. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ പ്രത്യേകിച്ച് നമ്മുടെ വിനിമസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമുക്കും അഭിമാനം തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ പറയുന്ന സമയത്ത് സാധാരണ ഒരു കുട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു പോകുന്ന കാലഘട്ടത്തിൽ ഇത്രയും കൂടെ ഇന്ന് പല കാര്യങ്ങളും പുള്ളിക്കാരുടെ പേഴ്സണൽ ടൈം കളഞ്ഞിട്ട് പ്രതിഭേട്ടന് വേണ്ടി കുറേ കാലം ചെയ്തെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്, സങ്കടവും തോന്നുന്നുണ്ട്. ഇനി പ്രതിഭേട്ടൻ പറഞ്ഞു ആദ്യമായിട്ട് എൻട്രിയിലേക്ക് വിളിക്കുന്ന സമയത്ത് പലരും നിരസിച്ചു. എൻട്രിയാണ് പറയുന്നത്, പ്രതിഭേട്ടനെ ഞങ്ങൾ പഠിപ്പിക്കുക എന്ന് പറയുന്നു. അപ്പോൾ അത് പറഞ്ഞ ടീം നമ്മുടെ എൻട്രിയുടെ യൂസർ ഹാപ്പിനെസ് ടീമായിരിക്കും. കാരണം എൻട്രിയുടെ യൂസർ ഹാപ്പിനെസ് ടീം അത്രയും വിദ്യാർത്ഥികളോടാണ് അത്രയും ഹെൽപ്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ്. ഒരു 5 സ്റ്റാറിൽ ഒരു റേറ്റിംഗ് പറയുമ്പോൾ പ്രതിഭേട്ടൻ നമ്മുടെ എൻട്രിയുടെ യൂസർ ഹാപ്പിനെസ് ടീമിന് എത്ര റേറ്റ് കൊടുക്കും? തീർച്ചയായിട്ടും 5-ൽ 5 തന്നെ ഞാൻ കൊടുക്കും. ഓക്കെ. അല്ലെങ്കിൽ അവർ തിരിച്ചു ചോദിക്കും, പ്രദീപ് സാർ ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും അവർ അർഹിക്കുന്നു സബി. തീർച്ചയായിട്ടും എന്തായാലും ഇതും യൂസർ ഹാപ്പിനെസ് ടീം എന്തായാലും ഇത് കാണുമെങ്കിൽ അവരും സന്തോഷമാവും. തീർച്ചയായിട്ടും. പ്രതിഭേട്ടൻ ഇനി ഒരു കാര്യം ഇവിടെ നമ്മൾ പ്രതിഭേട്ടൻ ഇപ്പോൾ 8ഓളം ജോലികളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എൻട്രി ഉപയോഗിച്ചിട്ട് പ്രതിഭേട്ടൻ പരീക്ഷ ക്രാക്ക് ചെയ്ത് എത്തിപ്പെട്ടു. എങ്ങനെയാണ് ഈ ഒരു പരിമിതി വെച്ചിട്ട് ജോലിയിലേക്ക് എത്തിപ്പെടുക, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് എങ്ങനെയാണ്? സബീഖ് സാർ വളരെ പ്രസക്തമായൊരു കാര്യമാണ്.
പരീക്ഷ എഴുതി ഒരു ജോലി നേടുന്നത് പോലെ തന്നെ ശ്രമകരമാണ് സത്യത്തിൽ ഞങ്ങളെപ്പോലെ പരിമിതികൾ അനുഭവിക്കുന്നവർക്ക് ആ ജോലിയിൽ തുടരുക എന്നുള്ളത്. കാലം മാറി വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് പൂർണ്ണമായും ഫിസിക്കൽ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസിൽ കാഴ്ചാപരിമിതർക്ക് എന്ത് ചെയ്യാനാകുമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒന്നും ചെയ്യാനാകില്ല എന്ന് തന്നെയായിരിക്കും മറുപടി. പക്ഷേ ഇപ്പോൾ ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായി തന്നെ മാറിയിട്ടുണ്ട്. ഡിജിറ്റൽ ഫയലുകളും ഈ ഫയലുകളും ഒക്കെ സിസ്റ്റം വഴി കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഈ സ്ക്രീൻ റീഡറുകളുടെ സഹായത്തോടുകൂടി ഏതാണ്ടൊരു 60% ജോലികളും നമുക്കവിടെ നിർവഹിക്കാനാകും. ഇനി നമുക്ക് പലപ്പോഴും ഓയിസ് ടൈപ്പറുകൾ പോലുള്ള ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്ലറിക്കൽ തലത്തിൽ നമ്മുടെ അഭിപ്രായങ്ങൾ ആ ഫയലിൽ രേഖപ്പെടുത്താനും കഴിയും. പക്ഷേ ഞാൻ പറയട്ടെ, ഒറ്റയ്ക്കൊന്നും സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ ആർക്കും അത് സാധിക്കില്ല. കാഴ്ചാപരിമിതർക്കും മറ്റുള്ളവരുടെ സഹായം കൂടാതെ ഒരു ഓഫീസിൽ മുന്നോട്ട് പോകാനാവില്ല. ഇപ്പോൾ നമ്മുടെ ഔദ്യോഗിക കാര്യാലയങ്ങളൊക്കെ തന്നെ ഞങ്ങളെപ്പോലുള്ളവരെ സ്വീകരിക്കാനും ഞങ്ങളെ സഹായിക്കാനും ഒക്കെ സന്നദ്ധരാണ്. അതുകൊണ്ട് തന്നെ കാഴ്ചാപരിമിതരായിട്ടുള്ളവർക്ക് വളരെ സന്തോഷത്തോടുകൂടി ഏതൊരു സർക്കാർ ഓഫീസിലും ഏതൊരു സർവകലാശാലയിലും ജോലി ചെയ്യാൻ കഴിയും.